കിടക്കാം. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദവാക്യമാണ്. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം. എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. പല സമയങ്ങളിൽ പല ദൈവഭൃത്യന്മാരും നമ്മളുടെ മധ്യത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ വായിച്ച് നമ്മൾക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്ന ഒരു വേദവാക്യമാണിത്. ഇത് ഒരു അപ്പൻ മകനോട് സ്തോത്രം ചോദിക്കുന്ന ഒരു മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്തോത്രം ഇവിടെ നമ്മൾ വായിച്ചത്. കണ്ണ് കാണാത്ത അപ്പൻ കണ്ണ് കാണുന്ന മകനോട് സ്തോത്രം ചോദിച്ചു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? സ്തോത്രം മകൻ ഉത്തരം പറഞ്ഞു, അതെ. ഒരൊറ്റ പദം, അതെ എന്നവൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതെ എന്നും ഇല്ല എന്നും ആന്നും ഇല്ലെന്നൊക്കെ പറയുന്നതിന് ഭയങ്കര അർത്ഥമാണ്. അതിനൊത്തിരി വില കൊടുക്കേണ്ടി വരും. വളരെ ശ്രദ്ധിച്ച് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ആരെങ്കിലും ദൈവത്തിന് നേർച്ച നേർന്നാൽ കൊടുക്കാതെ ഇരിക്കരുതെന്നും വചനത്തിൽ പറയുന്നുണ്ട്. വല്ല പോലെ നമ്മൾ പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അബദ്ധം സംഭവിച്ചു പോയെന്ന് വരാതിരിക്കേണ്ടതിനായി നിങ്ങളുടെ വാക്ക് വളരെ ശ്രദ്ധിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. ചില സമയങ്ങളിലൊക്കെ ആത്മീകത്തിൻ്റെ ആവേശത്തിലും ആത്മീകത്തിൻ്റെ തീഷ്ണതയിലും ദുഃഖത്തിലും സന്തോഷത്തിലൊക്കെ പല തീരുമാനങ്ങൾ എടുക്കുന്നവരാ ദൈവമക്കൾ. പല തീരുമാനങ്ങൾ എടുക്കുന്നവരാ. സ്വന്തമായിട്ട് സ്വന്തം ആദരം കൊണ്ട് സ്തോത്രം മറ്റുള്ളവർ കേൾക്കുകയും കേൾക്കാതെയും ഹൃദയത്തോടും ബുദ്ധിയോടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിലിരിക്കുമ്പോഴൊക്കെ പല തീരുമാനങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ പലത് അറിയിക്കുന്നവരാ മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യേണ്ടത് ചെയ്തില്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ വെളിപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, നിങ്ങൾ നേർച്ച നേർന്നാൽ കഴിപ്പാൻ എന്ത് ചെയ്യരുത്? താമസിക്കരുത്. സ്തോത്രം. നേർച്ച നേർന്നാൽ കഴിപ്പാൻ എന്ത് ചെയ്യരുത്? താമസിക്കരുത്. അങ്ങനെ താമസിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് നേരാതിരിക്കുന്നതല്ലയോ? ഇല്ലേ? സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? ഒരുത്തൻ സ്തോത്രം ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. സ്തോത്രം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നേർന്നു കഴിഞ്ഞാൽ സ്തോത്രം അവൻ ദൈവത്തിന് എന്ത് ചെയ്തേക്കണം? കഴിച്ചേക്കണം. ഇവിടെ ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ വായിച്ച വാക്യത്തിൽ നിന്നാണ് അവൻ്റെ ജീവിതം അങ്ങ് തുടങ്ങുന്നത്. അവൻ്റെ ജീവിതം മാറി മറിയുന്നത് നമ്മൾ പറഞ്ഞ അതെ എന്നുള്ള ഒരൊറ്റ പദത്തിലാണ് അവൻ്റെ ജീവിതം മാറി മറിയുന്നത്. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും എല്ലാം ഇഴകിച്ചേർന്ന് കിടക്കുന്ന ഒരൊറ്റ പദമാണ് അതെ. നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? അവൻ പറഞ്ഞു അതെ. ഏശാവല്ല പറഞ്ഞത്, യാക്കോബാണ് പറഞ്ഞത് അതെ. ഈ അതെ എന്നുള്ളൊരു പദത്തിൽ നിന്നാണ് പലതും അവൻ്റെ ജീവിതത്തിൽ ഉളവായി വരുവാൻ ഇടയായിത്തീർന്നത്. വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ മറുവില എന്ന് പറയുന്നത് ചെറിയ തലത്തിലൊന്നും ആയിരിക്കത്തില്ല. ഭയങ്കര വില കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ മനുഷ്യൻ എത്തിച്ചേർന്നെന്ന് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം ആഴമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധി ഈ മത്തായി സുവിശേഷത്തിലാണ് 5-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. ഇതിൽ അധികമായി വരുന്നതൊക്കെയും ഒന്ന് വായിച്ച വാക്യം. നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. ആരിൽ നിന്നാണ്? പ്രിയ മക്കളെ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം ചെയ്തെന്ന് പറയുമ്പോൾ
അത് തെളിയിക്കാൻ വേണ്ടി ആമേശ്വത ഒന്നും ചെയ്യണ്ട, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിരുന്നാൽ മതി. ആമേ സ്തോത്രം, പ്രാർത്ഥിച്ചാൽ മതി. നീ ചെയ്തതാണോ? ഇല്ല. ആമേ ചെയ്യാത്ത കാര്യം ഞാനത് ചെയ്തിട്ടില്ല. തെളിയിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ വചനപ്രകാരം നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അധികമായത് ആരിൽ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇതിൽ അധികമായത് ദുഷ്ടനിൽ. വാക്കുകളിൽ ഭയങ്കര പ്രത്യേകത. നമ്മുടെ വാക്കുകൊണ്ടാണ്. ആമേ കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആരാധനയ്ക്ക് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു. അനുഗ്രഹം ശാപം, ആമേ ശാപം അനുഗ്രഹമാക്കി ദൈവം മാറ്റി. ആമേ സ്വതി ഈ അനുഗ്രഹിക്കുന്നതും ശപിക്കുന്നതും എന്തുകൊണ്ടാ? നാവ് കൊണ്ടാ, വായ കൊണ്ടാ, ഇല്ലേ? അല്ലേ? സ്തോത്രം. അനുഗ്രഹവും ശാപവും എല്ലാം വരുന്നത് ഈ വായിൽ നിന്നാണ്. ആമേ വളരെ സൂക്ഷിക്കണം പ്രിയ മക്കളെ. അതുകൊണ്ട് എന്തെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി, എത്ര വർഷം കഴിഞ്ഞെന്നാൽ ഇത് മാറത്തില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയോ വായ കൊണ്ടൊരു നേർച്ച നേരുകയോ വായ കൊണ്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് സ്റ്റെപ്പ് വെക്കാതിരുന്നാൽ എത്ര വർഷം കഴിഞ്ഞെന്നാലും, എന്നെ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ പറയുന്നു, എത്ര വർഷം കഴിഞ്ഞെന്നാലും മനുഷ്യനാണെങ്കിൽ അത് മറക്കും, ദൈവം അത് മറക്കത്തില്ല. ദൈവം അത് ഓർപ്പിച്ച് ആമേ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആമേ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തെന്നാലും അത് സാധ്യമായി വരത്തില്ല. ആമേ ആ നേർച്ച നീ എത്ര കാലം കഴിഞ്ഞാണെങ്കിലും നിവർത്തീകരിക്കപ്പെടുന്നത് വരെയും അത് നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആമേ സ്തോത്ര, ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ സന്നിധിയിലുള്ള കാര്യം. അതുകൊണ്ടാണ് ആമേ സ്തോത്ര സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്നത്, ആമേ നിങ്ങൾ ആമേ നേർച്ച നേർന്നാൽ, അതൊന്ന് വായിച്ച വാക്യം, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതലാണ് വായിക്കുന്നത്. അതെ, 4-ാം വാക്യം മുതൽ. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ആമേ ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. അടുത്തത്, നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. കേട്ടോ പ്രിയ മക്കളെ, ചിലര് വിദേശത്തൊക്കെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഒരു നേർച്ചയ്ക്ക് നേരും. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ സ്തോത്രം, ഇപ്പോൾ 500 രൂപയാണ് ശമ്പളത്തിൻ്റെ ദശാംശം കൊടുക്കാൻ പറ്റുന്നെങ്കിൽ 600 ഞാൻ കൊടുത്തേക്കാം. ഞാൻ ശമ്പളത്തിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്തേക്കാം? ദശാംശം കൊടുത്തേക്കാം. ഇവനോട് ആരും പറഞ്ഞില്ലേ? ഇവനൊരു ആവേശത്തിൽ ഒരു വഴി തുറന്നപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങളാ. ഇത് ചെയ്തില്ലെങ്കിൽ നിന്നോട് ആരും പറയുന്നില്ല. സ്തോത്രം, നീ നിന്റെ ഹൃദയത്തിലെ താല്പര്യപ്രകാരം ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനമാണ്. സ്തോത്രം, 500 വിഹിതമായിട്ടുള്ളത് കൊടുക്കേണ്ടത്. ഞാനൊരു 100 കൂടി കൊടുത്തേക്കാം, 600 കൊടുത്തേക്കാം. കൊടുത്തില്ലെങ്കിലോ? 500 വിഹിതം പോലെ മാത്രം കൊടുത്താൽ മതി. ഒരു 100 കൂടി ഞാൻ എന്ത് ചെയ്തേക്കാം? കൂടുതൽ കൊടുത്തേക്കാം. ഇവനോട് ആരെങ്കിലും പറഞ്ഞോ? ദൈവം പറഞ്ഞോ? യേശു പറഞ്ഞോ? ഇല്ല. ഇവനൊരു ആവേശത്തിൽ എടുക്കുന്ന തീരുമാനമാണ്. ഞാൻ അതെന്ത് ചെയ്തേക്കാം? കൊടുത്തേക്കാം. അങ്ങനെയെങ്കിൽ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. കൊടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ട്. നീ ഒടുങ്ങിത്തീരുന്നത് വരെയും പ്രശ്നമുണ്ട്. വെറുതെ ഉള്ള ഒരു കാര്യമൊന്നുമല്ല പ്രിയ മക്കളെ. നമ്മൾ നോക്കുമ്പോൾ ഒരു 4 ചുവരിനകത്ത് സ്തോത്രം ഇതുപോലെയുള്ള ദൈവസഭകളിൽ ചിലപ്പോൾ കസേര ഉണ്ടാകത്തില്ല, പായ മാത്രം ഉണ്ടാകത്തുള്ളൂ. സ്തോത്രം, ഇതിൻ്റെ മധ്യത്തിൽ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്നവരാ. ആരുണ്ട് കൂടെ? യേശുവുണ്ട്. യേശുവുണ്ട്. ഈ പുസ്തകം പറയുന്നു, മലാക്കി പ്രവചനം പറയുന്നു, യഹോവ ഭക്തന്മാർ സംസാരിച്ചു, യഹോവ കേൾക്കുന്നൊരു ദൈവത്തോടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും നീ നിന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞിട്ട് ഞാൻ ഇനി അത് ചെയ്യുന്നില്ല, എന്തു ചെയ്യും, അല്ലെങ്കിൽ ഞാനത് കൊടുക്കാതിരുന്ന എന്തു സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. നീ ഒടുങ്ങി മുടിഞ്ഞ് തീരുന്നത് വരെയും ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി വരും. അതിൽ മാറ്റമില്ല. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, അത് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന്. അപ്പൊ നിന്റെ വായ നമ്മുടെ ദേഹത്തിനും കുഴപ്പം വരും.
ഈ ശരീരത്തിന് കുഴപ്പം വരും. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അധ്വാനിച്ച് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നവനാ. പക്ഷേ ഈ കാരണത്താൽ അവൻ ചില ദോഷങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്നു വീഴുകയാണ്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപ കാരണമായി തീരരുത്. അടുത്തത്, അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ഇത് അവിടെ വില പോകുന്ന കാര്യമല്ല. അയ്യോ കർത്താവെ, അന്നത്തെ ആവേശത്തിന് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയതാ, ഒരു അബദ്ധം പറ്റിപ്പോ. അബദ്ധത്തിന്റെ രക്ഷയില്ല, അബദ്ധത്തിന് അവിടെ ചാൻസ് ഇല്ല. ഞാനന്ന് അങ്ങനെ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോയതാ. അല്ലെങ്കിൽ ദൈവസന്നിധിയിലൊക്കെ ചില വ്യക്തികളെയൊക്കെ നോക്കിയിട്ട് ചില ദൈവദാസന്മാർക്കൊക്കെയും ചിലതൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ തീരുമാനം എടുക്കും. ഞാൻ എൻ്റെ പാസ്റ്ററിന് എന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും അങ്ങനെയുള്ള ആവേശത്തിലോ അങ്ങനത്തുള്ള അബദ്ധ ചിന്താഗതികളിലൊക്കെ പോകരുത്. ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി, ചെയ്താൽ മതി. ഒരു നിർബന്ധവുമില്ല. പറഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ നീ അത് ചെയ്യുന്ന കാലം വരെയും ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമായി വരും, ഭാരമായി വരും. അല്ലെങ്കിൽ പിന്നെ ഈ വചനം തെറ്റല്ലേ? ഈ വചനത്തിൽ എന്താ പറയുന്നത്? നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമായി തീരരുത്. അബദ്ധവശാൽ വന്നു പോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പോ ഈ കൈ കൊണ്ട് എന്തോരം അധ്വാനിച്ചെന്നാലും, ഇനി ബാങ്കിലെ ജോലിക്കാരനാ, ഇനി സ്തോത്രം ഇവിടെ ISROയിലെ സ്തോത്രം ജോലിക്കാരനാന്നിരിക്കട്ടെ, ചെക്ക് മാത്രം ഒപ്പിട്ടാ മതി. സ്തോത്രം അങ്ങനത്തെ ഉള്ളൊരു ജോലിയാണെന്നിരിക്കട്ടെ, പക്ഷെ ഒപ്പിടാൻ പേന പിടിക്കാൻ പറ്റുന്നില്ല. ഇനി അഥവാ ഒപ്പിട്ട് കൊടുത്താൽ നിന്റെ കരത്തിൽ ലഭിക്കുന്ന പൈസ എവിടേക്ക് പോകുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. ഒഴുകിപ്പോകും. കാരണം ഇത് ദൈവവചനത്തിൽ ഇൻക്ലൂഡാണ്. സ്തോത്രം അബദ്ധം പറ്റിയെന്ന് പറയരുത്. സ്തോത്രം വെറും ഒരു ആവേശത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണെന്ന് പറയരുത്. സ്തോത്രം എടുത്ത തീരുമാനം നിവർത്തിയിരിക്കണം. ഞാൻ ഇതിലേക്കൊന്നും പോകാൻ വേണ്ടി ആഗ്രഹിച്ചതല്ല. പക്ഷെ അതെ എന്ന് പറയുന്ന ഒരു പദം, ഈ അനന്യാസ് സഫീരയും ഇവിടെ ഞാൻ പോകാൻ ആഗ്രഹിച്ചതല്ല. അനന്യാസിനോട് സഫീരയോടും അനന്യാസിനോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇത്രയ്ക്കാണോ വിറ്റത്? അവനെന്താ പറഞ്ഞത്? അതെ. ഭയങ്കര വലിയ പദങ്ങളൊന്നും പറയുന്നില്ല അവിടെ. വെറുതെ നിസ്സാരമായിട്ടുള്ള പദം മാത്രം പറയുക. രണ്ട് മരണത്തിന് കാരണമായി തീർന്നത് ഇങ്ങനെയുള്ള ചില വാക്കുകളാണ്. ഇത്രയ്ക്കാണോ വിറ്റത്? വിൽക്കുന്നതിന് മുമ്പേ നിന്റെ പേരിലായിരുന്നില്ലേ? വിറ്റതിന് ശേഷം നിന്റെ കയ്യിലല്ല തന്നത്? ഭാര്യയുടെ അറിവോടുകൂടെ വിലയിൽ കുറെ മാറ്റിവെച്ചത് എന്തിന്? മരിച്ചു. ആദ്യമേ സഭയിൽ മരിച്ചു വീണു, ജഡം കൊണ്ടുപോയി പുറത്താക്കി. ഭാര്യ വന്നു, ഭാര്യയോടും ചോദിച്ചു, അവളും പറഞ്ഞു അതെ. സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു കൊച്ചു പദത്തിൽ വലിയ വിഷയം ഉളവാകുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ഒരു ചെറിയ കാര്യത്തിൽ ലോകത്ത് വിഴുങ്ങുന്ന പാപം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദം ഹവ്വ ദമ്പതികൾ ഒരു ചെറിയ കനി സ്തോത്രം കഴിച്ചാണ് ലോകം മുഴുവനും മുങ്ങിപ്പോകത്തക്ക നിലവാരത്തിൽ പാപം കയറിയത്. ഞാൻ പറയുന്നത് ഒരു കൊച്ചു തെറ്റായിരിക്കാം. നമ്മൾ തിരയുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം കടന്നു പോകുന്നത്? നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഈ സമയം വരെയും എന്തേലും ഹൃദയം കൊണ്ടോ അതരം കൊണ്ടോ ദൈവമായിട്ടുള്ള ബന്ധത്തിലോ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലോ സ്തോത്രം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മടങ്ങി വരുവാൻ ഇന്ന് രാത്രികാലം എൻ്റെ മുമ്പിലിരിക്കുന്നവരോടും എൻ്റെ ശബ്ദം കേൾക്കുന്നവരോടും ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. ഇനി നമുക്ക് വായിച്ച വാക്യത്തിലേക്ക് പോകാം. സ്തോത്രം അവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? 27-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു. അതെ എന്ന് അവൻ പറഞ്ഞു. ഭയങ്കര വലിയ വർത്തമാനമൊന്നുമില്ല.
21 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകും. കണ്ണ് കാണാതിരിക്കുന്ന, കണ്ണ് മങ്ങിപ്പോയിരിക്കുന്ന ഇസഹാക്ക് എന്ന് പറയുന്ന അപ്പന്റെ മക്കൾ 2 പേര്. ഒരുവന്റെ പേര് ഏശാവെന്നും മറ്റവന്റെ പേര് യാക്കോബെന്നും. ആമേൻ. അങ്ങനെ അപ്പൻ ഒരിക്കൽ മൂത്ത മകനോട് പറയുന്നത്, എനിക്ക് വേട്ട ഇറച്ചി തിന്നിട്ട് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അവൻ വേട്ടക്കാരനാ. മൂത്ത മകൻ വേട്ടക്കാരനും ഇളയ മകൻ കൂടാരവാസിയുമാ. അപ്പൊ മൂത്ത മകനോട് പറഞ്ഞു, മകനെ കാട്ടിലേക്ക് കടന്നു ചെല്ലുക, ഒരു വേട്ടമൃഗത്തെ പിടിച്ച് അപ്പന് പാചകം ചെയ്ത് തരിക, അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അപ്പന്റെ വാക്ക് കേട്ട് കാട്ടിലേക്ക് വേട്ടമൃഗത്തിനായി കടന്നുപോയ മൂത്ത മകൻ, ആമേ സ്തോത്രം, മൂത്ത മകനോട് പറയുന്നത്, ആമേ ഈ 2 മക്കളുടെ അമ്മയായിരിക്കുന്ന റിബേക്ക, ഈ ഇസഹാക്കിന്റെ ഭാര്യ ആമേ റിബേക്ക ഇതൊരു മറ്റൊരു ഭാഗത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആമേ സ്തോത്രം, അവള് ഇളയ മകനെ കൂടുതൽ സ്നേഹിച്ചത് കൊണ്ട് മൂത്ത മകനോട് അപ്പൻ ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ അവള് ഇളയ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേ സ്തോത്രം, നിന്റെ ചേട്ടനെ ഇന്ന് അനുഗ്രഹിക്കാൻ പോകുകയാ, അത് നീ അനുവദിക്കരുത്. ആമേ സ്തോത്രം, ഞാൻ നിനക്ക് അപ്പൻ കഴിക്കുന്ന വേട്ട മൃഗത്തിന്റെ ഇറച്ചി പോലെ തന്നെ പാചകം ചെയ്ത് ഞാൻ തന്നുവിടാം. അപ്പന് കൊടുക്കണം. അപ്പന് മനസ്സിലാകത്തില്ല, എനിക്കറിയാം അപ്പന്റെ രുചിക്കൂട്ടുകളെല്ലാം. അതുപോലെ അന്ന് റിബേക്ക തയ്യാറാക്കി ഈ ഇളയ മകന്റെ കയ്യിൽ കൊടുത്തു. അവിടെ കാണാൻ സാധിക്കുന്നത് 21 മുതൽ താഴേക്കൊന്ന് വായിക്കാം. ഇസഹാക്ക് യാക്കോബിനോട്, മകനെ അടുത്തു വരിക, നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനോട് അടുത്തു ചെന്നു. അവനെ തപ്പി നോക്കി. ശബ്ദം യാക്കോബിന്റെ ശബ്ദം, കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ മെഡിക്കൽ ചെക്കപ്പ് വരെ അപ്പൻ എന്ത് ചെയ്യുക? ഒന്ന് നടത്തുകയാ. അവന്റെ ബോഡിയൊക്കെ ഒന്ന് നോക്കി. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. ആ അനുഗ്രഹം വീണ അനുഗ്രഹമാ. ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആമേശ്വരം ഇവര് നാളുകളോളമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൻ അന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പൊ അപ്പനും തെറ്റ് പറ്റാതിരിക്കാൻ അപ്പൻ കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കണ്ണില്ല, കാഴ്ചയില്ലാത്തത് കൊണ്ട് അപ്പൻ മക്കളുടെ ശബ്ദവും രൂപവും ഒക്കെ ഒന്ന് പിടിച്ചു നോക്കിയാണ് മനസ്സിലാക്കുന്നത്. ഇത് തിരിച്ചറിയുന്ന അമ്മ എന്ത് ചെയ്തു? ഇപ്പൊ അല്ലെങ്കിൽ 1 മുഴം മുമ്പേ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര ബുദ്ധിയായിരുന്നു റിബേക്കക്ക്. ആമേശ്വരം ഇങ്ങനെ സംഭവിക്കുമെന്ന് തിരിച്ചറിയുന്ന അമ്മ, മൂത്ത മകന്റെ ഒരു വസ്ത്രമുണ്ട്, രോമാവൃതമായിരിക്കുന്ന ഒരു വസ്ത്രം. ഈ വസ്ത്രം ആരെ ധരിപ്പിച്ചു? ഇളയ മകനെ ധരിപ്പിച്ചു. മാത്രമല്ല ഈ വസ്ത്രത്തിന് മൂത്ത മകൻ ധരിക്കുമ്പോൾ ഒരു സ്മെല്ലും കൂടിയുണ്ട്, ഒരു വാസനയുണ്ട്. ആമേശ്വരം. അപ്പൊ ഈ വസ്ത്രം മകനെ ധരിപ്പിച്ചുകൊണ്ട്, ആമേശ്വരം ഇളയ മകനെ ധരിപ്പിച്ചുകൊണ്ട് അമ്മ അപ്പന്റെ അടുക്കലേക്ക് വിട്ടു. അപ്പൊ ആളെ പിടിച്ചു നോക്കുമ്പോ മൂത്ത മകനാണ്, പക്ഷെ ആളെ ശബ്ദം കേൾക്കുമ്പോ ഇളയ മകനാണ്. അപ്പൊ ശബ്ദം കേട്ടപ്പോ ഈ പുള്ളിക്കാരന് മിമിക്രി ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ആരാ? സ്തോത്രം, യാക്കോബ്. പഠിച്ചിരുന്നെങ്കിൽ അവൻ കറക്റ്റ് ശബ്ദത്തിൽ സംസാരിച്ചാണ്. പക്ഷെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ശബ്ദത്തിലൊരു വ്യത്യാസം. അപ്പം പിടിച്ചു, വന്നെന്ന് പറഞ്ഞു. അടുത്തേക്ക് വിളിച്ചു, തപ്പി നോക്കിയപ്പോൾ ഏശാവ് തന്നെ. അപ്പൊ അപ്പനൊരു സംശയം. അപ്പം പറയുന്നത്, പിടിച്ച് തപ്പി നോക്കുമ്പോ എന്റെ മകൻ, മൂത്ത മകൻ ഏശാവ, പക്ഷെ ശബ്ദം കേട്ടിട്ട് എന്റെ മകൻ, ഇളയ മകൻ യാക്കോബ. ഇതെന്താ പരിപാടി എന്ന് അപ്പനൊരു പിടിയിട്ടുന്നില്ല. കണ്ണില്ല, കണ്ണ് കാഴ്ചയില്ല. സ്തോത്രം. താഴേക്കൊന്ന് വായിക്കാം. അവന്റെ കൈകൾ സഹോദരനായ ഏശായിന്റെ കൈകൾ പോലെ രോമമുള്ളവയായക കൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു. എന്നിട്ടും ഇവൻ ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടി ഫൈനൽ ചെയ്യുകയാ, അനുഗ്രഹിക്കാൻ പോകുകയാ. അപ്പൊ ഒന്നുകൂടി ചോദിച്ചു. ആ വാക്യമാണ് നമ്മൾ വായിച്ചോ? നീ എന്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന്, അതെ എന്ന് അവൻ പറഞ്ഞു. ഞാൻ ഇന്ന് വളരെ ശാന്തമായാണ് നിങ്ങളുടെ മുമ്പിൽ പോകുന്നത്. കാരണം ഇത് തിരിച്ചറിയണം. വെറും അതെ എന്ന് അവൻ പറഞ്ഞിട്ട് അപ്പൻ അവൻ എന്ത് ചെയ്തു? സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് ഈ മകൻ പോകുന്നത്. ആമേൻ. പക്ഷെ ഇതിന്റെ പിന്നിൽ ഈ മകൻ അനുഭവിക്കുന്ന ദാരുണമായ ഒരുപാട് കഷ്ടതകളുണ്ട്, ഒരുപാട് അധപ്പതനങ്ങളുണ്ട്. അനുഗ്രഹമാണ് ചുമലിലിരിക്കുന്നത്, പക്ഷെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുന്നില്ല. നന്മയുടെ വഴികളിലേക്കാണ് സ്റ്റെപ്പ് വെച്ച് പോകുന്നത്, പക്ഷെ ഏറിയ നാളുകൾ താൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്.
ആമേൻ സ്തോത്രം. അപ്പൻ മെഡിക്കൽ ചെക്കപ്പ് നടത്തി ചോദിച്ചു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? അപ്പൻ ശബ്ദം കേട്ടിട്ട് ചോദിച്ചു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? വീണ്ടും അവനെ അനുഗ്രഹിക്കുന്നതിന് തൊട്ടു മുമ്പേ ചോദിച്ചു, നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? അതെ. അവൻ പറഞ്ഞു, ആമേൻ സ്തോത്രം. അങ്ങനെ ആമേൻ സ്തോത്രം ഏശാവ് ആമേൻ സ്തോത്രം ആയി യാക്കോബ് ആമേൻ സ്തോത്രം അപ്പന്റെ അനുഗ്രഹവും പ്രാപിച്ചുകൊണ്ട് അവൻ ദീർഘദൂര യാത്രയിലേക്ക് പോവുക. അന്ന് വരെയും വീട്ടിൽ കിടന്നുറങ്ങിയവൻ കാട്ടിക്കിടന്നുറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് എത്തി. ഒരൊറ്റ നുണ, ഒരൊറ്റ കളവ്, ഒരൊറ്റ വ്യാജം. അതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങിയവൻ കാട്ടിൽ കിടന്നുറങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായി തീർന്നു. എന്ന് കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, തല പോയെന്നാലും ആമേൻ സ്തോത്രം സത്യമേ തെളിയത്തുള്ളൂ. ആമേൻ സത്യമേ നിവർത്തീകരിക്കപ്പെടത്തുള്ളൂ. വ്യാജം 1000 പേര് 1,00,000 പേരെ കൂട്ടിച്ചേർത്ത് സത്യം വ്യാജമാക്കി മാറ്റാൻ ശ്രമിച്ചെന്നാലും സത്യം സത്യമായി എത്ര കാലം കഴിഞ്ഞാലും അത് പുറത്തു വരുമെന്ന് ആത്മാവ് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം സത്യത്തിനൊരിക്കലും വ്യാജമാകാൻ പറ്റത്തില്ല, വ്യാജത്തിനൊരിക്കലും സത്യമാകാനും പറ്റത്തില്ല. സത്യം സത്യം തന്നെയാ. അങ്ങനെ ഈ മനുഷ്യൻ അതേ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിലേക്ക് പിന്നെയും നമ്മളൊന്ന് സ്റ്റെപ്പ് വെക്കുകയാണ്. 31-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ കരഞ്ഞും കൊണ്ട് തന്റെ അമ്മായിയപ്പനോട് പറയുന്ന ചില കാര്യങ്ങളാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ സ്തോത്രം ഒന്ന് വായിക്കാമോ? ഇങ്ങനെയായിരുന്നു എന്റെ വസ്തു പറയുന്നത് യാക്കോബാണ്. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. അവന്റെ വസ്തുതകൾ ഇത്രയും കാലമുണ്ടല്ലോ, അപ്പനിൽ നിന്ന് ഏശാവ് തന്നെ അതെ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് കടന്നുപോയതിന് ശേഷമുള്ള ആ സമയം വരെയുള്ള വസ്തുത താൻ അവിടെ ഒന്ന് സ്വത ചുരുക്കി പറയുകയാണ്. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. പകല് വെയിൽ കൊണ്ട് ഇവൻ ആരായിരുന്നെന്നറിയോ? കൂടാരവാസിയായിരുന്നു. കാര്യമായ രീതിയിൽ വെയിലൊന്നും കൊണ്ട് പണിയെടുക്കേണ്ട ഒരു സാഹചര്യങ്ങളോ അങ്ങനെ ഒരു ശീലമോ ഇല്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. ഇവൻ നല്ലൊരു പാചകക്കാരനായിരുന്നു, നല്ലൊരു ഷെഫായിരുന്നു. യാക്കോബ്. രുചികരമായ ആഹാരം ദൂരത്തുനിന്ന് കടന്നു വരുന്നവന് പോലും സ്മെല്ലടിച്ച കഴിക്കാൻ തോന്നത്തക്ക നിലവാരത്തിലുള്ള പാചകക്കൂട്ടുകൾ അറിയുന്ന നല്ലൊരു ഷെഫായിരുന്നു യാക്കോബ്. അതുകൊണ്ട് സ്വന്തം സഹോദരൻ പോലും അവൻ ഉണ്ടാക്കിയ ആഹാരത്തിൽ വീണുപോയി. ദൂരത്ത് നിന്ന് കേട്ടെന്ന പറയുന്നത്. ഇവൻ വരുമ്പോൾ ദൂരത്ത് നിന്ന് തന്നെ ഇതെന്ത് ചെയ്യാൻ തുടങ്ങി? സ്മെല്ലടിക്കാൻ തുടങ്ങി. പ്രൈസലോ. അപ്പോ അങ്ങനെ വെയിലത്തൊന്നും പോയി പണിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അല്ലാത്തൊരു മനുഷ്യൻ ഇന്ന് വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും, പകല് വെയിലും കൊള്ളണം, രാത്രിയിലും മഞ്ഞും കൊള്ളണം, തണുപ്പും പകല് ചൂടും വെയിലിന്റെ ചൂടും, രാത്രിയിൽ മഞ്ഞിന്റെ തണുപ്പും സ്വതം ഇത് രണ്ടും അനുഭവിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ വരെയും സ്വതം അനുഭവിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ യാക്കോബ് ഉള്ളം തുറന്നു പറയുകയാ. ഇതാണ് എന്റെ വസ്തുത. നിങ്ങളൊന്ന് അറിയണം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സ്വതം ഞാൻ അപ്പന്റെ വീട് വിട്ട് കടന്നുപോയ സാഹചര്യം മുതൽ ഈ സമയം വരെയും ഞാൻ പകലത്തെ വെയിൽ മുഴുവൻ കൊള്ളുന്നുണ്ട്, രാത്രിയിലെ തണുപ്പ് മുഴുവൻ അനുഭവിക്കുന്നുണ്ട്. പ്രീശലോ. അടുത്തത് വായിക്കാം. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഉറക്കമില്ലാത്ത രാത്രികൾ. സ്വതം ഉള്ള സൗകര്യത്തിൽ വീട്ടിനകത്ത് നല്ലതുപോലെ 3 നേരം ആഹാരവും കഴിച്ച് സുന്ദരമായി കിടന്നുറങ്ങിയ യാക്കോബിന്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീർന്ന ഒരു ഒറ്റപ്പദം, അതെ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവസന്നദ്ധയിൽ വല്ലതും പറയുന്നതിന് മുമ്പേ ഒരു 5 വട്ടമെങ്കിലും, 3 വട്ടമൊന്നല്ല, ഒരു 5 വട്ടമെങ്കിലും ചിന്തിച്ചിട്ടേ പറയാവൂ. ആമേശ്വരം. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഇതുപോലത്തെ ചില സിറ്റുവേഷനിലേക്ക് നീ കടന്നു പോകേണ്ടതായ സാഹചര്യം ഉണ്ടാകും. ജയിക്കാൻ വേണ്ടിയായിരിക്കാം പറയുന്നത്, ആരുടെ മുമ്പിൽ തോൽക്കാൻ മടിയില്ലാത്ത വ്യക്തിത്വമായിരിക്കാം. പക്ഷെ നീ ദൈവത്തിന്റെ മുമ്പിലോ ദൈവമാക്കി വെക്കുന്ന മനുഷ്യന്റെ മുമ്പിലോ നീ ഒന്ന് തോറ്റു എങ്കിലും പിന്നത്തേതിൽ ദൈവം അത് ഉയർച്ചയ്ക്ക് കാരണമാക്കി തീർക്കും. ആമേശ്വരന്റെ കുഞ്ഞെ, നീ തോറ്റു പോകുന്നത് അപ്പന്റെ മുമ്പിലാണ്, നിന്റെ സഹോദരന്റെ മുമ്പിലാണ്. കുഴപ്പമില്ല, നിനക്ക് ഈ ഗതി വരത്തില്ല.
അവസ്ഥ ഉണ്ടാകത്തില്ല. അവൻ പറയുന്നു, പകല് ഞാൻ വെയിൽ കൊണ്ട് സ്വതം, രാത്രിയിൽ ഞാൻ ശീതം കൊണ്ടും എന്റെ കണ്ണിന് ഉറക്കമില്ല. ഇതിനു മുമ്പില് 2 വാക്യം നമുക്കൊന്ന് വായിക്കാം. അതിന്റെ 38 മുതൽ ഒന്ന് വായിച്ചേ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ അടുക്കൽ പാർത്തു. നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ചനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നുകളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു കൊടുക്കണം. യജമാനനായിരിക്കുന്ന അമ്മായിയപ്പനെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ മുഴുവൻ കണക്കും ഇവൻ വെച്ചു കൊടുക്കണം. വേറൊരു കൂലിക്കാരന് തുല്യമായിട്ട് സേവനമനുഷ്ഠിക്കുകയാ. ആ വീട്ടിലെ ഒരു മരുമകനാ. മാത്രമല്ല അമ്മാവനുമാ. 2 ബന്ധമാ. അമ്മയുടെ ആങ്ങളെയാണ് ലാബാൻ. സ്തോത്രം. അപ്പോൾ തന്നെ ലാബാന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നവനാണ് യാക്കോബ്. അപ്പോ മരുമകനുമാണ് സ്തോത്രം. തനിക്ക് ലാബാൻ അമ്മാവനുമാ. അങ്ങനെ 2 ബന്ധം കിടന്നിട്ട് പോലും ആ വീട്ടിൽ ഒരു അന്യനെ പോലെ പകലൊരു ആട്ടിൻ കുഞ്ഞിനെ ചെന്നായ കടിച്ചുകൊണ്ട് പോയാൽ അതിനുത്തരം യാക്കോബ് കൊടുക്കണം. രാത്രിയിൽ ഒരു ആട്ടിൻ കുഞ്ഞിനെ ചെന്നായ കൊണ്ടുപോയാൽ അതിനുത്തരം യാക്കോബ് കൊടുക്കണം. സ്തോത്രം. അവന്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയമക്കളെ. സ്തോത്രം. ഇതിന് ഇത്ര രൂപ വെച്ച് കൂലിയൊന്നുമില്ല. സ്തോത്രം. ആഹാരം കഴിക്കാം, കൂടെ പാർക്കാം എന്നുള്ളത് ഒഴിച്ചാൽ വേറൊരു നന്മയുമില്ല. സ്തോത്രം. തകർന്നു തരിപ്പണമായി. സ്തോത്രം. എന്തിന്റെ മധ്യത്തിൽ എന്നറിയാമോ? അതെ, ഒരൊറ്റ വാക്കിന്റെ മധ്യത്തിൽ യാക്കോബ് അവിടെ തകർന്നടിയാനിടയായിട്ടിരുന്നു. സ്തോത്രം. വായിക്കുന്നത് എങ്ങനെയാണ്? പകല് കളവ് പോയതിനെയും, ഒന്ന് വായിച്ച വാക്യം. ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. പകല് കളവ് പോയതിനെയും നീ ചോദിച്ചു, രാത്രി കളവ് പോയതിനെയും നീ ചോദിച്ചു. അടുത്തത് ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ട് ഞാൻ ക്ഷയിച്ചു. എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. എത്ര വർഷം കഴിഞ്ഞു? 20 വർഷം കഴിഞ്ഞു. 20 വർഷം കഴിഞ്ഞു. യാക്കോബേ, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. പണിയെടുക്കുന്നില്ലേ? രാവിലെ പോകും, വെളുപ്പിനെ പണിക്ക് പോകും. ആടുകൾ പ്രസവിക്കുന്നില്ലേ? ഒറ്റെണ്ണത്തിന് പോലും ചെന നശിച്ചു പോയിട്ടില്ലെന്നാ പറയുന്നത്. എല്ലാം തിറമുള്ള ആടുകൾ നന്നായിട്ട് 2-3 കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നുണ്ട്. യാക്കോബ്, നിനക്ക് വല്ല ഗുണമുണ്ടോ? നിനക്ക് വല്ല നേട്ടമുണ്ടോ? കയ്യിലൂടെ പൈസ പലതും കടന്നു പോകുന്നുണ്ടാകും. അധ്വാനിക്കുന്ന നന്മകൾ പലതും കയ്യിൽ കിട്ടിയിട്ട് ഒഴുകിപ്പോകുകയാ. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, പക്ഷേ ഒരു 10 പൈസ ഇവന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പാലാവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. സ്വന്തം ആടുകളുടെ ഇറച്ചി, മാംസം ആവശ്യത്തിന് വിൽക്കുന്നുണ്ട്. രോമം ആവശ്യത്തിന് വിൽക്കുന്നുണ്ട്. പക്ഷേ യാക്കോബ് വട്ടപൂജ്യമാണ്. പലതും കണ്ണിന് മുമ്പിലൂടെ കടന്നു പോകുന്നതെല്ലാം കണ്ട് ആമേശ്വരം കടന്നു പോകുന്ന യാക്കോബ് കൈ നോക്കിക്കഴിഞ്ഞ ഒന്നുമില്ലെന്നേ. അക്കൗണ്ടൊക്കെ 1, 2, 3 ഒക്കെ ഉണ്ടെന്നേ. പക്ഷെ ഒന്നുമില്ലെന്നേ. ആമേശ്വരത്തെ കാരണം എന്താണെന്നറിയാമോ? ഒരൊറ്റ പദം, അതെ. മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, ഇന്ന് രാത്രികാലം എന്തേലും ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നീ എത്ര കാലം കഴിഞ്ഞ് മടങ്ങി വരുമോ അത്ര കാലം വരെ കർത്താവ് നിന്നെ കാത്തിരിക്കും. ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ വായിക്കാൻ താഴേക്കൊന്ന് വായിച്ചോ. ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു. 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 14 സംവത്സരം 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു. 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം നീ എന്റെ പ്രതിഫലം മാറ്റി.
അതായത് 20 സംവത്സരം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു 2 വർഷം കൂടി ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരുടെ വിസയൊക്കെ അടിക്കുന്നത് മാക്സിമം 2 വർഷത്തേക്ക് എന്ത് ചെയ്യും, അടിക്കും. 2 വർഷം കഴിയുമ്പോൾ ശമ്പളം എന്ത് ചെയ്യും, നല്ല കമ്പനിക്ക് ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ശമ്പളത്തിൽ ഒരു വർധനവൊക്കെ ഉണ്ടാകും. അങ്ങനെ എനിക്ക് തോന്നുന്നു 20 വർഷം 2 വർഷം കഴിയിട്ടടാ യാക്കോബ് എന്ന് പറഞ്ഞ് 10 പ്രാവശ്യം എന്ത് ചെയ്തു, 10 പ്രാവശ്യം തൻ്റെ അനുഗ്രഹം എന്ത് ചെയ്തു, മാറ്റി. 10 പ്രാവശ്യം. 2 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലും കൂട്ടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം വിദേശങ്ങളിൽ ഇരുന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ, ആമേ സ്തോത്രം 2 വർഷം കഴിയുമ്പോൾ സാലറി വർദ്ധിപ്പിക്കാം, 2 വർഷം കഴിയുമ്പോൾ ശമ്പളത്തിനൊരു വർധനവ്, 2 വർഷം കഴിയുമ്പോൾ ഒരു ജോലിക്കയറ്റം, ആമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടാതെ വണ്ണം കടന്നു പോകുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും മേഖലകൾ ആമേ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനം ആമേ സ്വതം മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, അതിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി വരുന്നു എങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ നിലവാരങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഒരു രാത്രികാലമെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. സ്ഥിതിക്ക് മാറ്റം വരും, ലെവലിന് മാറ്റം വരും, നിലവാരങ്ങൾക്ക് മാറ്റം വരും. ഒന്നടുത്തു ചെന്നാൽ മാത്രം മതി. 10 പ്രാവശ്യം നീ എന്റെ അനുഗ്രഹത്തെ എന്ത് ചെയ്തു, മാറ്റി. നീ എന്റെ പ്രതിഫലം മാറ്റി എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. എന്റെ ദൈവം എന്നോട് കൂടെ ഇരുന്നതുകൊണ്ടാ ലാബാനെ ഇന്നും ഞാൻ നിലനിൽക്കുന്നത്. അതല്ല എങ്കിൽ നീ എന്നെ വെറും കൈയോടെ അയച്ചു കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. എന്റെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. ആമേൻ. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ട് കഴിഞ്ഞ രാത്രി എന്ത് ചെയ്തു, ന്യായം വിധിച്ചു. മക്കളെ, ആമേ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്തോത്രം. 10 പ്രാവശ്യം എന്റെ അനുഗ്രഹത്തെ പ്രതിഫലത്തെ മാറ്റി. 20 വർഷം ആമേ ഉറക്കമില്ലാത്ത രാത്രികൾ. ആടിന്റെ കരച്ചിൽ കേട്ടാൽ യാക്കോബിന്റെ ഭാര്യമാര് ആമേ സുന്ദരമായി കിടന്നുറങ്ങും, പക്ഷെ യാക്കോബ് ഉറങ്ങത്തില്ല. ആമേ ലാബാൻ ഉറങ്ങും, ലാബാന്റെ മക്കൾ ഉറങ്ങും, യാക്കോബ് ഉറങ്ങത്തില്ല. നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുക്കണം, ചോദിച്ചെന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. രാത്രി കളവ് പോയതിനെ ചോദിക്കും, ആമേ പകല് കളവ് പോയതിനെ ചോദിക്കും. ഉത്തരവാദിത്തം മുഴുവൻ നിന്റെ ചുമലില. ചില ആളുകളൊക്കെ ഉണ്ട് ആത്മാർത്ഥമായിട്ട് ആമേ ചില സ്ഥാപനങ്ങൾക്ക് വേണ്ടി, കമ്പനികൾക്ക് വേണ്ടി, ഓഫീസുകൾക്ക് വേണ്ടി, വീടിന് വേണ്ടിയൊക്കെ അധ്വാനിക്കുന്ന ആളുകൾ. എന്തു വന്നാലും ഉത്തരവാദിത്തം ഇവരുടെ ചുമലില്ല. ആമേ സ്വത വേറെ ആരോടും ചോദിക്കത്തില്ല, ഇവരോട് ചോദിക്കത്തുള്ളൂ. ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ചുമലിലിരിക്കുകയാ. ആമേ സ്വത യാക്കോബ ഇതിനെല്ലാത്തിനും കണക്ക് കൊടുക്കേണ്ട. അങ്ങനെ ഇവൻ തകർന്നു ക്ഷീണിച്ചു. എന്തു ചെയ്യും? ഇതിൽ നിന്ന് ഒരു മോചനം എപ്പോഴാണ്? ആമേശ്വരം സദൃശവാക്യം 28-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനൊരു പദം കൊടുത്തിട്ടുണ്ട്. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ആമേശ്വരം. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ആമേ കരുണ ലഭിക്കും. ആമേ ഈ ഒരു വാക്യം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വരം നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ ദാവീദിന്റെ യാക്കോബിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഇതൊന്നും മിന്നിത്തെളിയുവാനിടയായി തീർന്നു. അവനിൽ ഉള്ളതെല്ലാം അവൻ അക്കരെ കടത്തി. താൻ തനിച്ചായി. കാരണം ആമേ തന്റെ ഭാര്യമാർക്ക് ഉറക്കം കുറയുന്നില്ല. തെറ്റ് ചെയ്തവൻ താനാ. ആമേ സ്തോത്രം. ഭാര്യമാര് കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാ, മക്കൾ സുഖമായിട്ട് കിടന്നുറങ്ങുകയാ, അപ്പൻ ഉറക്കമില്ല. തീരുമാനമെടുത്തതും ചതി പറഞ്ഞതും നുണ പറഞ്ഞതും വ്യാജം പറഞ്ഞതും അപ്പനാ. ആമേ സ്വതം. അതുകൊണ്ട് അപ്പന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. ആമേ അപ്പന് മനസ്സിലായി തെറ്റുകാരൻ ഞാനാ. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് അപ്പൻ തനിച്ച് മാത്രമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. ആമേ സ്തോത്രം. 32-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചോ. 32-ാം അധ്യായത്തിന്റെ. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ 10 പ്രാവശ്യം പ്രതിഫലം ലാബാൻ മാറ്റിക്കളഞ്ഞു. 20 സംവത്സരം വെറും കൈയോടെ അധ്വാനിച്ചു. പകല് വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ആമെ കണ്ണിന് ഉറക്കമില്ലാതായി തീർന്ന യാക്കോബ് തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയിട്ട് താൻ
താനും ആമേശ്വത്ത് മറ്റൊരു പുരുഷനും തനിച്ചായി അവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേശ്വതം നിനക്ക് താഴ്ചകൾ ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണോ? ആമേ കരം ശൂന്യമാണോ? എത്ര അധ്വാനിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളാണോ? നിനക്കൊരു വഴിയുണ്ട്. നിന്നെ നിർമ്മിച്ച, നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ അടുക്കിലേക്ക് നിന്റെ യാഥാർത്ഥ്യത്തെ ഒന്നും തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അവന്റെ അടുക്കിലേക്കൊന്ന് അടുത്തു ചെന്ന് പറ, അപ്പ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആമേൻ. ആ പുരുഷനുമായിട്ട് അവൻ മൽപിടുത്തം നടത്തുകയാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ പോകട്ടെ, ഇല്ല, അങ്ങനെ ഞാൻ വിടത്തില്ല. ആമേശ്വതം, അങ്ങനെ ഞാൻ വിടത്തില്ല. ഞാൻ പറയുന്നത് അവൻ ചിന്തിച്ചിട്ടുണ്ടാകും, എനിക്ക് എന്ത് ഹാനി സംഭവിച്ചെന്നാലും ഈ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ എനിക്ക് മറുപടി വേണം, മറുപടി തന്നാലേ ഞാൻ അടങ്ങത്തുള്ളൂ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ ഒരു മൽപിടുത്തം നടത്തുകയാ. പ്രൈസ് ദി ലോർഡ്. താഴേക്ക് വായിച്ചോ. നിന്റെ പേര് എന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. ഓ സ്തോത്രം. അപ്പൻ പലവട്ടം ചോദിച്ചു, അപ്പൻ പലവട്ടം തപ്പി നോക്കി ചോദിച്ചു, എന്റെ മകൻ, മൂത്ത മകൻ ഏശാവ് തന്നെയാണോ? ആമേശ്വതം, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേശ്വതം ഒരു തവണയല്ല, ആമേശ്വതം ശരീരത്തെ ആകമാനം ആമെ കണ്ണു കാണാത്ത വയോധികനായിരിക്കുന്ന വൃദ്ധൻ തപ്പി നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ആമേശ്വതം ശരീരം എന്റെ മകൻ ഏശാവിനെ പോലെ തോന്നുന്നു, നിന്റെ ശബ്ദം യാക്കോബിന്റേത് പോലെ തോന്നുന്നു, പറ ആമേശ്വതം, നീ എന്റെ മകൻ ഏശാവ് തന്നെയോ? അവൻ പറഞ്ഞു, അതെ. ആ ഒരു അതേ പദത്തിനാണ് വർഷങ്ങളുടെ ആമേശ്വതം പിന്നാമ്പുറത്തേക്ക് കടന്നു പോകേണ്ടതായ സാഹചര്യം വന്നത്. ആമേശ്വതം അവനോട് ഇവനുമായിട്ട് മൽപിടുത്തം നടത്തുന്ന ആരാ? ദൈവം. ദൈവത്തിന് ഇവന്റെ പേരറിയത്തില്ലേ? യാക്കോബിനെ അല്ല, അവന്റെ അപ്പനെ അല്ല, അവന്റെ അപ്പൂപ്പനെ അല്ല, അതിന്റെ അപ്പുറത്തെ സകല മനുഷ്യരുടെ പേര് ദൈവത്തിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ അറിയാം. പക്ഷെ ഇവനൊരു വ്യാജം പറഞ്ഞ്, ഇവനൊരു നുണ പറഞ്ഞ് ആമേശ്വതം ചിലത് ഇവൻ കൈവശം വെച്ച് അനുഭവിച്ച് മുന്നോട്ട് പോകുകയാ. അത് നിമിത്തമാണ് ഇവന്റെ ജീവിതത്തിൽ കിടക്കുന്ന കഷ്ടതകളെന്ന് അവൻ അറിയുന്നില്ല. ചിലരുടെ മനസ്സൊക്കെ നമ്മളോടൊക്കെ അടുപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നീങ്ങുമ്പോഴാ പ്രിയമക്കളെ. കേട്ടോ, ചിലരുടെ കരുതൽ, ചില ആളുകളൊക്കെ കരുതുന്നതും കരുതൽ അനുഭവിക്കാൻ ഇടയാക്കി തീർക്കുന്നതൊക്കെയും ദൈവം നമ്മളോട് മനസ്സലിവ് കാണിക്കുമ്പോഴാ. ദൈവത്തിന് നമ്മളോട് കരുണയോ മനസ്സലിവോ ദയോ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ തീർന്നു. ഇവിടെ ഇവന്റെ ജീവിതം നിങ്ങളൊന്ന് നോക്കണം. താഴേക്ക് വായിച്ചോ. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. പറഞ്ഞപ്പോ നിലവാരം മാറ്റിമറിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. സത്യം പറഞ്ഞപ്പോ ഇനി ആ പേര് വേണ്ടടാ, നിന്റെ പേര് ഞാൻ മാറ്റുകയാ. ഇനി ആ പേര് നിനക്ക് വേണ്ട. ആ പേരിന്റെ അർത്ഥം വേറൊന്നുകൂടി കിടക്കുന്നുണ്ട്, ഉപായി എന്ന. അത് മാറ്റിക്കോ എൻ്റെ മോനെ, നിന്റെ സ്വഭാവം തന്നെ അതിൽ ഇൻക്ലൂഡാണ്. അത് മാറ്റിക്കോ. ഞാൻ നിന്നെ ദൈവമായിട്ട് മൽപിടുത്തം നടത്തുന്നവൻ എന്നൊരു പദമായി ഇസ്രായേൽ എന്ന് വിളിക്കും. ഇന്ന് വരെയുള്ളത് മാറിക്കോ. കഴിഞ്ഞ ദിവസം വരെയും കൊല്ലാൻ വേണ്ടി നടന്നിരുന്ന സഹോദരനായിരിക്കുന്ന ഏശാവ് ഇങ്ങനെ ഒരു സംഭവം മാറിക്കഴിഞ്ഞപ്പോൾ പേര് മാറി, ആള് മാറി, സ്വഭാവം മാറി, വ്യാജം മാറി, സത്യത്തിലേക്ക് അടുത്ത് വന്നപ്പോൾ ഇതാ തലപൊക്കി നോക്കുമ്പോൾ ഏശാവ് വരുന്നു. ആമേശ്വത കൊല്ലുമെന്നും തകർക്കുമെന്നും വെല്ലുവിളിച്ചവനായിരുന്നു. 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോ യാക്കോബ് എന്നല്ല അവന്റെ പേര്. ആമേശ്വതം, അവൻ എന്നെ പലവട്ടം ചതിച്ചിട്ടുണ്ട്, ഞാൻ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഇവൻ അന്വേഷിച്ചു നടന്ന ഏശാവ് ഇവൻ ദൈവത്തിലേക്ക് അടുത്ത് ചെന്ന് അവന്റെ പരമാർത്ഥതയെ അറിയിച്ച് ദൈവത്തിന് മുമ്പാകെ നെടുമ്പാട് വീണപ്പോൾ പരിശുദ്ധ ദൈവം യാക്കോബ് എന്ന പേര് മാറ്റി ഇസ്രായേൽ എന്ന പേരിട്ടു. അടുത്ത സമയത്തിലേക്ക് അവനെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയാ. ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചിട്ട് 33-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോട് കൂടെ 400 ആളും വരുന്നത് കണ്ടു. ഇന്നലെ വരെ കണ്ടിട്ടില്ല, ഏശാവിന്റെ മുഖം കണ്ടിട്ടില്ല. 10-20 വർഷമായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ദൈവസന്നിധി, കാരണം എന്താണെന്നറിയാമോ? ദൈവസന്നിധി ക്രമീകരിക്കപ്പെടേണ്ട കാര്യം
ആമേൻ ദൈവസ്ഥലം ക്രമീകരിച്ചപ്പോൾ പരിശുദ്ധ ദൈവം ഏശാവിന്റെ ഹൃദയത്തിന് മനസ്സലിവ് കൊടുക്കുകയാ, കരുണ കൊടുക്കുകയാ, ദയ കൊടുക്കുകയാ. തലമുക്കി നോക്കിയപ്പോ 10-20 വർഷത്തിന് മുമ്പ് കാണാതിരുന്ന സഹോദരൻ ഇതാ തെളിഞ്ഞു വരികയാ. വായിച്ചോ. തന്റെ മക്കളെ ലേയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയും അവരുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു. ഇവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്. കഴിഞ്ഞൊരു സമയം ഞാൻ പ്രസംഗിച്ചപ്പോൾ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ദാസന്മാരൊക്കെ നിർത്തി. രണ്ടാമത് ആരെ നിർത്തി? ലേയെ നിർത്തി, മക്കളെ നിർത്തി. മൂന്നാമത് ആരെ നിർത്തി? റാഹേൽ. ഇവരെയൊക്കെ വിട്ടുകൊണ്ട് തീർന്നിട്ട് വേണം റാഹേൽ എന്ത് ചെയ്യാൻ. റാഹേലിനോട് കുറച്ച് അടുപ്പം കൂടുതലായി മനുഷ്യന്. പ്രൈസലോ. സ്തോത്രം. ലേഞ്ഞ് പിടിച്ച് വെട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് റാഹേലായിട്ട് ഓടാം എന്നുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, സ്തോത്രം നിരത്തി നിർത്തി. പക്ഷെ യേശാവിന്റെ കണ്ണ് അവിടേക്കൊന്നും പോകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്, കാരണം ദൈവം ഓൾറെഡി മനസ്സലിവ് കൊടുത്തു കഴിഞ്ഞു. താഴേക്ക് വായിച്ചു നമുക്ക് നിർത്താം. അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നോ? പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നില്ല. പക്ഷെ സാഹചര്യങ്ങൾ മാറ്റം വരുത്തി. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. ഇപ്പോഴാണ് ഇവന്റെ നോട്ടമാകെ കൂടി യാക്കോബിലേക്ക് മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഈ സ്ത്രീകളെ കുഞ്ഞുങ്ങളൊക്കെ കണ്ടത്. പക്ഷെ യാക്കോബ് എന്താ ചെയ്തിരിക്കുന്നത്? മുമ്പിൽ ദാസിമാരെയൊക്കെ നിർത്തി. അവന്റെ കണ്ണ് അതുമേ പതിഞ്ഞിട്ട് അവരെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, അതിനുശേഷം ലേയം പോണെങ്കിൽ പോട്ടെ, റാഹേലും പുറകിലാ. പ്രൈസലോ. സ്തോത്രം. ആകിയാൽ പ്രിയ മക്കളെ, അവൻ സ്തോത്രം അവിടെ അവരോട് ചോദിക്കുന്നുണ്ട്, നിന്നോട് കൂടെയുള്ളവർ ഇവർ ആർ എന്ന് ചോദിച്ചത് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കൾ എന്ന് അവൻ പറഞ്ഞു. സ്വതവിടെ വലിയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. യാക്കോബ് ചേട്ടന് വലിയ സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഒത്തിരി ആടുമാടുകളൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ധാരാളം ഉണ്ട്, ഒന്നിനും ഒരു കുറവില്ല. 10 പ്രാവശ്യം അനുഗ്രഹം തടസ്സപ്പെട്ടു പോയത്, പ്രതിഫലം തടസ്സപ്പെട്ടു പോയത് ഏശാവിന്റെ ആയിരുന്നില്ല. ആരുടെ ആയിരുന്നു? കേട്ടോ പ്രിയ മക്കളെ, ഏശാവ് അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഏശാവ് മാനിക്കപ്പെട്ടു. പക്ഷെ യാക്കോബ് ഒത്തിരി കഷ്ടം അനുഭവിച്ചിട്ടാണ് കയറി വരുന്നത്. ഒരൊറ്റ തെറ്റ്. സ്വതം നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ? അവൻ പറഞ്ഞു, അതെ. അതെന്ന് മാറ്റി പറഞ്ഞോ, അന്ന് ദൈവത്തിന്റെ കരം അവന്റെ മേൽ അനുകൂലമായി വെളിപ്പെട്ടു. പേര് മാറി, ആള് മാറി, നിലവാരം മാറി, സാഹചര്യങ്ങൾക്കെല്ലാം ദൈവം ഭേദം വരുത്തി. ഇന്ന് രാത്രിയിൽ അവന്റെ കരം നമുക്കും അനുകൂലമായി വെളിപ്പെടുക. ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. കണ്ണുകളടക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്ക് പ്രിയ മക്കളെ. ഇത് ദൈവത്തിന്റെ സന്നിധിയാണ്. പ്രത്യക്ഷത്തിൽ പാരമ്പര്യമായ പള്ളികൾ, ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ കാണുന്നത് പോലെ പ്രത്യക്ഷത്തിൽ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷേ പരോക്ഷമായിട്ട് 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യ കടന്നു വരുന്ന ഒരു യേശു കർത്താവുണ്ട്. അതൊരു പക്ഷെ ഒരു മുറിക്കകത്തുള്ള പ്രാർത്ഥനയാകാം, പുറത്ത് തെരുവിലുള്ള പ്രാർത്ഥനയാകാം, അകത്തൊരു സഭാഹാളിലുള്ള പ്രാർത്ഥനയാകാം, കടലിലോ കരയിലോ ആകാം, കാട്ടിലോ ആകാം. അവിടെയെല്ലാം അവന്റെ സാന്നിധ്യം ഉണ്ടാകും. പറയുന്ന വാക്കുകൾക്കെല്ലാം അവൻ കുറിച്ചു വെക്കും. ആമേൻ. പറയുന്നത് നിവർത്തീകരിച്ചാൽ അവൻ മനസ്സിലും കരുണയും കാണിക്കും. മറിച്ച് മറുതലിച്ചാൽ അവന്റെ കൈഭാരമായി വരും. ഒരു വ്യക്തിത്വത്തിന്റെ ജീവിതത്തിലല്ല, പലരുടെയും ജീവിതത്തിൽ അത് നിഴലിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകാതിരിക്കാൻ ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമാകുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ്.
പലപ്പോഴും പല ദൈവഭൃത്യന്മാരും ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് ആഴമായി സംസാരിക്കാറുണ്ട്. അമേശ്വത ഈ വചനങ്ങൾ പലപ്പോഴും ഞങ്ങൾ തൊട്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇന്നും രാത്രിയിലും ദൈവം ഇത് കേൾപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തോ മറഞ്ഞു കിടക്കുന്നു. എന്നെ ഈ കഷ്ടതകളിൽ നിന്ന് പകല് വെയിലും രാത്രിയിലെ ശീതവും ഉറക്കമില്ലാത്ത കണ്ണുകളുമായി നടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അനുഗ്രഹിക്കപ്പെട്ട മേഖലകൾ എൻ്റെ ജീവിതത്തിൽ തുറന്നു തന്ന് ദൈവം എന്നെ മാനിച്ചു നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ജീവിതത്തിന് മാറ്റമുണ്ടാകട്ടെ, സ്ഥിതിക്ക് മാറ്റമുണ്ടാകട്ടെ. ദൈവാത്മാവ് പറയുന്നു, മാറ്റമുണ്ടാകും. ഇന്ന് രാത്രി നിന്റെ രാത്രികാലമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിനക്ക് തനിച്ച് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്തു ചെല്ലണം. മനുഷ്യനോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ മനുഷ്യനോട് പറയണം. ദൈവത്തോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ ദൈവത്തോട് പറയണം. മനുഷ്യനോടും ദൈവത്തോടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യനോടും ദൈവത്തോടും പറയണം. അപ്പോൾ മാത്രമേ അത് ആ തെറ്റിൽ നിന്ന് മോചനമുണ്ടാകത്തുള്ളൂ. കർത്താവേ, ഇന്ന് കേട്ട വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിൻ പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. തലകളെ വണക്കിയിരിക്കുന്ന മക്കളെ ദൈവം അനുഗ്രഹിക്കണം. ആവശ്യങ്ങളുടെ മധ്യ ദൈവം പ്രവർത്തിക്കണം. സമാധാനത്തോടെ സന്തോഷത്തോടെ മടക്കി അയക്കണം. മഹത്വം ദൈവം എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം, സ്വർഗീയ നല്ല പിതാവേ.